ഹലോ, അസ്സലാമലൈക്കും. മൈസൂർക്കൊന്നുമല്ല ഞങ്ങൾ പോകണം കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് മാരായമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു നരിമടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഞങ്ങൾ പോയി നിൽക്കുന്നത്. ഒരു 6:30 തന്നെ വീട്ടിൽ നിന്ന് പോയി നിൽക്കണു. അതന്നെ ഞങ്ങൾ നേരം വൈകിയെന്ന് വിചാരിച്ചിട്ട് സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഞാൻ വീട്ടിൽ പോയതാണ്. അപ്പോൾ മേമയും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയും കുട്ടികളും ഞാനും കുട്ടികളും പിന്നെ നാത്തൂനും വേറൊരു മേമാൻ്റെ മോനുണ്ട് കേട്ടോ. അവനാണ് ഡ്രൈവർ. അനിയൻ പോയപ്പോൾ വണ്ടി ഏതായാലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. എല്ലാവരും പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നേ വരെ ആയിട്ട് ഈ സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു രസമല്ലേ എന്ന് വിചാരിച്ച് പോകുന്നതാണ്. ആ കാണാൻ മേലെ എത്തണം കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കയറി പകുതി കേൾക്കും. അപ്പോൾ ഈ കാണുന്നത് കനാലാണ് കേട്ടോ. അങ്ങനെ വെള്ളം പോണ കനാലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. കയറി നോക്കിയപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നടക്കും, പിന്നെ ക്ഷീണിച്ച് നിൽക്കും. അങ്ങനെയായിട്ട് പതുക്കെ കയറി പോവുകയാണ്. സൂര്യ ഉദിക്കണതിൻ്റെ മുന്നേ അവിടെ മേലെ എത്തണം എന്നുള്ളതിലാണ് കേട്ടോ പോണത്. അപ്പോൾ സൂര്യ ഉദിച്ചിങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണെന്നും പറഞ്ഞിട്ടും അങ്ങനെയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ വരാൻ തന്നെ വൈകിയോ എന്നുള്ള സംശയത്തിൽ വേഗം കയറണമുണ്ട്. എന്നാൽ രാവിലെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ക്ഷീണമുണ്ട്. മേലൊക്കെ നോക്കിയപ്പോൾ തന്നെ മേലെ കുറേ ആൾക്കാർ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എത്ര മുന്നേ വന്നതാണെന്നുള്ളത് അറിയില്ല. കുറേ ആൾ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് കയറിപ്പോണത്. കാരണം മേലെ എത്തിയാൽ എന്താവും, നരിമട കാണണം, അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോണം. അപ്പോൾ എല്ലാവരും നല്ല ആകാംക്ഷയോടെ കയറിപ്പോണത്, എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ കാണാമെന്ന്. അങ്ങനെ കയറി ഞങ്ങൾ നരിമട അവിടെ എത്തിട്ടോ. ഈ പാറൻ്റെ അടിയിൽ കൂടെയാണ് നരിമട എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോളാണ്. കണ്ടപ്പോൾ പേടിയായിട്ടോ. കാരണം ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അടിയിൽ കൂടെ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൾക്കാരൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പോയവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല, പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് പോണത്. അങ്ങനെ മേമാൻ്റെ മോന് ഫസ്റ്റ് അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ടോ ഉള്ളിലേക്ക്. അങ്ങനെ പിന്നെ കുഞ്ഞോനും ഷാനും പോയി. ഷാനും ആദ്യം പോകാൻ നിന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അതിന് ശേഷം മേമാൻ്റെ മോന് പോയി. അതിൻ്റെ പിന്നാലെ കുഞ്ഞോനും പോയപ്പോൾ പിന്നെ ഓനും അങ്ങനെ പതുക്കെ പോയി. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ അത് കാരണം ഒരു മൊബൈൽ ഓണാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. പിന്നെ ഈ കല്ലിൽ ഫുള്ള് ഒരു കോട്ടരുമ എന്ന് പറയും, അതാണ് കേട്ടോ. ഓരോ ഭാഗത്തൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല. ഇവിടേക്ക് അങ്ങനെയാണ് പറയുക. കല്ലിലിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ കോട്ടരുമ നിറച്ച്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർ പോയപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരി എന്ന് പറയാണ്. കുടുങ്ങിക്കഴിഞ്ഞാൽ പെട്ടില്ലേ, എന്താ ചെയ്യാം. അപ്പോൾ അവർ കുറച്ചൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മേലേക്ക് കയറിയിട്ടോ. ഏറ്റവും ലാസ്റ്റ് എത്തണമല്ലോ, അവിടെ കയറിയാലല്ലേ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. സൂര്യ ഉദിച്ച് വരുന്നതും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മേലേക്ക് കയറിപ്പോയത്. പകുതി എത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടത്. ഒരു സൈഡിൽ പുഴയാണ്, മറ്റേ സൈഡിൽ ഇങ്ങനെ വീടുകളും ബിൽഡിങ്ങും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഭംഗി തന്നെ ആയിരുന്നു. നല്ലൊരു രാവിലെ തന്നെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു ഉന്മേഷം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മേലെ എത്തിയിട്ടുണ്ട്. മേലെ എത്തിയപ്പോൾ എന്താണെന്നറിയോ, മാഷാ അല്ലാ, നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. വരാത്തവരൊക്കെ ഇതിൻ്റെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുമെങ്കിൽ വരിക, കാണുക, ഇരിക്കുക, ആസ്വദിച്ച് പോവാട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രയും ആസ്വദിച്ചൊരു സ്ഥലം കേട്ടോ. ബീച്ചിൽ പോയിട്ടോ പാർക്കിൽ പോയിട്ടോ ഒന്നും എനിക്ക് ഇത്രയും സന്തോഷം കിട്ടിയിട്ടില്ല. അത്രയും ഞാൻ ആസ്വദിച്ചൊരു സ്ഥലമാണ് കേട്ടോ അത്. ഓരോ ഭാഗത്തും ഫാമിലിയും പിന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുകളായിട്ടും അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളും അവിടെ ഇരുന്നു ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. പുഴയാണ് കേട്ടോ ആ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. സൂര്യ ഉദിച്ച് വരാനായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അപ്പോഴേക്കിന് ഇവിടെ മുകളിലെത്തി. പുഴയാണ് കേട്ടോ കാണുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. വിട്ട് നിന്ന് കാണുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയുണ്ട് അല്ലേ. എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഇതൊക്കെ കണ്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ മോന് കാട്ടുകണ്ടിട്ട് എനിക്ക് പേടിയാവും കേട്ടോ. ഓനിക്ക് ഒരു പേടിയില്ല. ഓന് ഈ പാറയുടെയൊക്കെ ഇങ്ങനെ വക്കത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ പേടി ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണും വേണം, ആസ്വദിക്കും വേണം. മക്കൾ വീഴുമോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ അവിടുന്ന് പേടിച്ചതിനേക്കാട്ടിലും പേടി എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ. പിന്നെ അങ്ങനെ വിചാരിക്കുക, പടച്ചോനെ എവിടുന്നെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക. അൽഹംദുലില്ലാ ഒന്നും പറ്റാണ്ട് തിരിച്ച് പോന്നല്ലോ എന്നിങ്ങനെ വിചാരിച്ച് പോയിട്ടോ ഞാൻ.
അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ നിന്നപ്പോഴേക്കിന് സൂര്യ ഉദിച്ച് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. സൂര്യൻ നമ്മളെ കയ്യിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മേമാൻ്റെ ചെറിയ മോളാണിത്. പിന്നെ അവൾ ചെയ്ത് നോക്കുക കേട്ടോ, അവൾക്ക് വെയ്ക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ വട്ടം ചെയ്തതിന് ശേഷം അവൾക്ക് ശരിയായി. അവളങ്ങനെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കുറേ ആൾക്കാർ വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിന്നു. ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ആയി. എന്ത് ഭംഗിയല്ലേ ആകാശമൊക്കെ ഇങ്ങനെ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോയിട്ടോ. മേമാൻ്റെ മോനുണ്ടായതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവനക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും അറിയാം. അപ്പോൾ അവന് മുന്നിൽ ഓരോ ഭാഗത്തേക്ക് പോകും, അവൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ പോകട്ടോ. ഇങ്ങനെ കയറി മറിയുമ്പോൾ പേടിയൊക്കെ ഉണ്ട്, എന്നാലും കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഓൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ഭാഗത്തേക്കും. ആ ഭാഗത്ത് പിന്നെ അധികം ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. എൻ്റെ മക്കൾ പിന്നെ അങ്ങനെ ഓടണുണ്ടായിരുന്നു. ചെറിയോല് രണ്ടാളും അവർക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റുമോ അവിടേക്കൊക്കെ പോവുകയാണ് കേട്ടോ. ഒരു കുണ്ടിലേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് കണ്ടപ്പോൾ അത് ആകെ പേടിയായി. എങ്ങനെ ഞാൻ അവരങ്ങോട്ട് മേലേക്ക് കയറ്റും എന്നറിയാഞ്ഞിട്ട് എനിക്കാകെ പേടിയായി. മേമാൻ്റെ മോൻ്റെ കൂടെ നടക്കുകയാണ് കേട്ടോ. അവൻ ഏതൊക്കെ ഭാഗത്തൊക്കെ പോകണോ, ഞങ്ങൾക്ക് പറ്റാത്തടത്ത് ഞങ്ങൾ പോകണില്ല. അവർ എല്ലായിടത്തേക്കും അവൻ്റെ കൂടെ ചാടി മറിഞ്ഞ് പോവുകയാണ് കേട്ടോ. പിന്നെ കല്ലിലൊക്കെ ഇങ്ങനെ പേരെഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന ആൾക്കാർ എഴുതി വെക്കുന്നതാവും. എഴുതി വെച്ചിട്ടുണ്ട്. വീടുകളൊക്കെ കാണുന്നുണ്ടോ, ഇത് ഏത് ഭാഗമാണ് കാണുന്നത് ഉള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിങ്ങനെ നോക്കി കണ്ടിരുന്നു കുറച്ച് നേരം അവിടെ. കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പോവാൻ ഇറങ്ങി കേട്ടോ. പിന്നെ മോള് വീട്ടിൽ ഉപ്പാൻ്റെ അടുത്തല്ലേ, മമ്മിയുണ്ട് വീട്ടിൽ. അപ്പോൾ കരയണുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോരാൻ ഇറങ്ങി. കയറിയ വഴി കൂടെ അല്ല കേട്ടോ ഞങ്ങൾ തിരിച്ചു പോണത്, വേറൊരു വഴി കൂടെയാണ്. അപ്പോൾ ആ വഴി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് വലിയ കയറിയ അത്ര റിസ്ക് ഇല്ലാത്തൊരു വഴിയാണെന്ന് തോന്നിട്ടോ. അപ്പോൾ ഇറങ്ങി പോകുമ്പോഴും ഓരോ കല്ല് കാണുമ്പോഴും അവിടെയൊക്കെ ഒരു കയറി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറി നോക്കുമ്പോൾ ഞങ്ങളും കൂടെ കയറും. പക്ഷേ അവിടെ നിന്നൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ എന്തൊരു ഭംഗിയാണെന്നറിയോ, നമുക്ക് ആസ്വദിച്ച് നമുക്ക് പോവാൻ തോന്നണില്ല സത്യം പറഞ്ഞാൽ. അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നുക. പിന്നെ ഫുഡൊന്നും കഴിക്കാതെ രാവിലെ അല്ലേ നിൽക്കുന്നത്, അത് വിചാരിച്ച് എല്ലാവരും പോവാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഭാഗത്ത് എത്തുമ്പോഴും അവിടേക്കുള്ള കല്ലിൻ്റെ മുകളിൽ കയറി നോക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ പുഴ താഴത്തുനിന്ന് പിന്നെ നമ്മളിങ്ങനെ പുഴ കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുഴയ്ക്കും കൂടി നമുക്ക് പോകണം, അവിടെയും കൂടിയും പോയതിന് ശേഷം നമുക്ക് വീട്ടിൽ പോയാൽ മതി എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തുള്ളവരൊക്കെ എന്തായാലും ഇങ്ങോട്ട് വരണം കേട്ടോ, വരാത്തവരെന്തായാലും വരണം കേട്ടോ, അല്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയൂ. കാരണം ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഇത്രയും ഒരു നല്ല സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇത്ര കാലം എന്താ വരാതിരുന്നത് എന്ന് ഞാനിങ്ങനെ ഇവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ഞങ്ങൾ ഈ കനാലിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടോ. അപ്പോൾ അവരെ കനാലിൻ്റെ അവിടെ കയറി നോക്കുകയാണ്, വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോന്നു. അവരൊക്കെ അങ്ങനെ പതുക്കെ ഓരോരുത്തർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി. മേമാൻ്റെ മോൻ അപ്പോഴേക്കിന് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വണ്ടി കുറച്ച് താഴെയാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ ജപ്പാൻ വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പൊട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിന്നു. അപ്പോഴാണ് അപ്പുറത്ത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ തിന്നിരുന്നു ഒരു മുള്ളുംകായ എന്ന് പറഞ്ഞിട്ട്. ആർക്കൊക്കെ അറിയുമെന്നറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ അത് പൊട്ടിക്കാൻ പോയിട്ടോ. അതുമ്പോൾ ഫുള്ള് മുള്ളാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു കായ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം അവർ അതൊക്കെ പൊട്ടിക്കാൻ നിന്നു. അപ്പോഴേക്കിന് വണ്ടി വന്നു. ഞങ്ങളൊക്കെ വണ്ടി കയറിയിരുന്നു കേട്ടോ. എന്നിട്ട് അവരെ പൊട്ടിക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ പിന്നെ പുഴയ്ക്ക് പോയിട്ടോ.
എവിടേക്കും അങ്ങനെ പോവാത്തതുകൊണ്ടേ എവിടേക്കെങ്കിലും ഒന്ന് പോവുകയെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ മേമാക്കും കുട്ടികൾക്കും അവരും അധികം എവിടേക്കും പോകില്ല കേട്ടോ. അപ്പോൾ അവർക്കും എവിടേക്കെങ്കിലും പോകുക പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങി പോകുക കേട്ടോ. ഒരു ഇറക്കാണ് കേട്ടോ പുഴയിലേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് വണ്ടി നിർത്തിയത്. ഞങ്ങളങ്ങനെ ഇറങ്ങി പോവാണ് പുഴയ്ക്ക്. വെള്ളമൊന്നും ഇല്ല അധികം കേട്ടോ. അപ്പോൾ എന്നാലും ഒന്ന് കാണാമല്ലോ വിചാരിച്ച് പോകുന്നതാണ്. അധികം വെള്ളമൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാവരും അധികം വരുന്നുണ്ട്. തടയണമെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ തടഞ്ഞ് നിർത്തിയിട്ട് വെള്ളം ചാടണം. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കാണാൻ വലിയ ഇതൊന്നുമില്ല. വെള്ളം ചാടുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ സീന് പിന്നെ എവിടുന്ന് ഒരു പൂവ് പൊട്ടിച്ചോട്ട് നിൽക്കുക കേട്ടോ. എല്ലാവർക്കും മണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിലും ആ തടയാണ്ട് അവിടേക്കൊന്ന് പോയോക്കാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതാണ് കേട്ടോ തടയണ. പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. നല്ല വെള്ളമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് തിരക്കാവും. എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ട് നല്ല തിരക്കാവും. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കാണാൻ വരലുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സമയമായതുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്തത്. ഓരോ ഭാഗത്തും ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി കരയണുണ്ടോ ചോദിച്ചാൽ ഇല്ല പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി നിൽക്കും. കുട്ടി കരയണമൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് പോവാം, അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കുഴിയിൽ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് വരുത്താൻ കേട്ടോ അങ്ങോട്ട്. അങ്ങനെ പിന്നെ കയ്യും കാലും മുഖമൊക്കെ കഴുകാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെള്ളത്തിലേക്കൊക്കെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി അങ്ങനെ നിന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ നിന്നു കേട്ടോ. അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഷാനുവിൻ്റെ അവിടെ നിന്ന് ഒരു തോർത്തുമുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് മീനെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് മീനെ പിടിക്കാൻ ഒരുങ്ങി കേട്ടോ. വേണ്ട പോരെയെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ അവർ മീനെ കിട്ടുമോ നോക്കാൻ നിൽക്കണം കേട്ടോ. കുറേയൊക്കെ പിടിച്ചു നോക്കി, പക്ഷേ മീനൊന്നും കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോഴേക്കിന് പിന്നെ നേരം വൈകിയില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാനുള്ള സ്ഥലങ്ങളിലൊന്നും പോയാൽ നമുക്ക് തിരിച്ച് പോരാൻ തോന്നില്ലല്ലോ അല്ലേ. എനിക്കങ്ങനെയാണ്. നമുക്ക് വീടിനെ പറ്റിയിട്ടോ നമ്മളെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളെ മനസ്സിലേക്ക് വരില്ല. ഇതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഓരോ സ്ഥലം കണ്ട് നമ്മൾ റിലാക്സ് ആയിട്ട് നമ്മൾ നിന്ന് പോകില്ലേ. ഞാനങ്ങനെയാണ്. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് പോയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.